അതീന്ദ്രിയ ജ്യോതിഷത്തെ എങ്ങനെയാണ് അപ്പൊ ഇവിടെ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കാൻ സാധിക്കും. ജ്യോതിഷ രീതി അങ്ങനെയാണ്. അതായത് ഇവിടുത്തെ ജ്യോതിഷ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് നൽകി അറിവിലൂടെ അറിവ് ഈശ്വരനല്ല, ആരാന്നറിയോ? ഈശ്വരൻ എന്ന് പറയുന്നത് അറിവാണ്. അത് ആത്മാവായി ഓരോ ജീവനിലും പ്രകാശിക്കുന്നു. അപ്പൊ ഇതിനെന്താ ജ്യോതിഷ പങ്ക് എന്ന് നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. നാം ഈ ഭൂമിയിൽ അധിവസിക്കുമ്പോൾ ഈ ഭൂമി നിലനിൽക്കുന്നത് ആ പരമാത്മാവിൻ്റെ ചൈതന്യത്തിലിരിക്കുന്ന ഈ ചൈതന്യം കൊണ്ട് ഈ ഭൂമി നിലനിൽക്കുന്നു. അതേപോലെ ഓരോ ഗ്രഹങ്ങളും ഈ ഭൂമിയിൽ അടുത്തുള്ള ഓരോ ഗ്രഹങ്ങളും ആ പരമ പൗരനിരിക്കുകയും അതിൻ്റെ പരസ്പരം അവ ആകർഷിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലെ സൂര്യപ്രകാശം കൊണ്ടാണ് ഭൂമിയിലുള്ളവർ ജീവിക്കുന്നത്. അറിയുമല്ലോ. ഇപ്പൊ സൂര്യന്റെ സ്വാധീനം അവിടെ നമുക്ക് വ്യക്തമായി അറിയാവുന്നല്ലേ. ചന്ദ്രന്റെ സാന്നിധ്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? വേലിയേറ്റം, വേലിയിറക്കം, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് കപ്പലുകൾ കയറി ഇറങ്ങുന്നു ആ സമയത്ത്. അതേപോലെ ഓരോ ഗ്രഹങ്ങളും ആ ഭൂമിയോട് അടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടിരിക്കുന്ന പവർ ഉണ്ടാവുന്നു. അപ്പൊ അത് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിലും അതിന്റെ പ്രഭാവം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ ഓരോ രോഗദുരിതങ്ങള് അതേപോലെ അശാന്തി മാർഗങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പൂർവജന്മ കർമ്മവാസനയുടെ ഫലമാണ് ഒരു ജന്മം ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതനുസരിച്ച് അതിന് നിയോഗിക്കപ്പെട്ട പ്രപഞ്ചശക്തി ആയിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഇച്ഛയാൽ നിയോഗിക്കപ്പെട്ടതാണ് ഈ ഗ്രഹങ്ങൾ. അവരെല്ലാം നിരപരാധികളാണ്. ഒരു ശിക്ഷ കഴിക്കാനായിട്ടൊരു പോലീസുകാരനെ പുള്ളിനെ പറഞ്ഞു വിട്ടിരുന്നത് എഴുതി അങ്ങനെയല്ല ഇതിനകത്ത് അതിന് നിയോഗിച്ചേ. അതിൻ്റെ യഥാർത്ഥ ജഡ്ജിയുടെ തീരുമാനം. അതുപോലെ ആ പരമേശ്വരന്റെ തീരുമാനമനുസരിച്ച് ഇത് നടപ്പാക്കുവാനുള്ള ഒരു സ്രോതസ്, ആ ഒരു വാസനയെ പ്രവഹിക്കുക മാത്രമാണ് ഗ്രഹങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവഗ്രഹങ്ങളുടെ എല്ലാം പ്രീതിക്ക് അനുസരിച്ചിട്ടുള്ള അവരുടെ സ്മരണ കിട്ടാൻ പാകത്തിന് അവരുടേതായിട്ടിരിക്കുന്ന നവധാന്യങ്ങൾ കൊടുത്തു വിടുന്നു. അപ്പോൾ ആ ആരാധന ചെയ്യുന്നതോടുകൂടി അവരുടെ സാന്നിധ്യം ഉണ്ടാവുകയും ആ ഗ്രഹങ്ങൾ ശുഭമായി അവരിലേക്ക് അനുഗ്രഹം ചെയ്യുകയും ചെയ്യുന്നു. തല്ലാൻ വന്നവൻ രക്ഷിച്ചു അർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നവധാന്യ പൂജ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ ഏതാണ്ട് ജ്യോതിഷവുമായിട്ട് ഈ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചത് മനസ്സിലായോ എങ്ങനെയാന്ന്? അപ്പൊ ഇത് അറിയുന്നു. ഈശ്വരൻ അറിവാണ്, അല്ലാണ്ട് ഈ ഗ്രഹവും ഈശ്വരനിലിരിക്കുന്നു. അതുപോലെ വിഗ്രഹ ചൈതന്യങ്ങളോ ക്ഷേത്രങ്ങളിലുള്ള വഴിപാടോ ഒന്നും ഇവിടെ ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ ഇവിടെ ഒന്ന് മാറുന്നതാണ് എന്നിട്ട് അറിയിക്കുന്നു. ഓക്കെ, ശരി.